ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ ഞാനൊരു ടിൻ എടുത്തിട്ടുണ്ട്. ഗീയുടെ ടിന്നില്ലേ, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ചെറിയ ടിന്നായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊരു ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു ലൈറ്റ് യെല്ലോ കളറിലെ ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു എക്സ്ട്രാ പീസ് വെച്ച് കൊടുത്തിട്ട് അത് ഫുൾ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പിലൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒട്ടിച്ച് എല്ലാം നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ മുകളിൽ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കളർ പേപ്പർ എടുത്തിട്ട് നമ്മൾ കോൺ ഷേപ്പിൽ മുറിച്ച് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ താഴെ നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സിലൊക്കെ വരുന്നൊരു ഭാഗമില്ല, അത് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫെൻസ് പോലെയൊക്കെ വെക്കത്തില്ല അങ്ങനെ. വീണ്ടും കുറച്ച് ഫോം ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഡോറും വിൻഡോസും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും കുഞ്ഞ് രണ്ട് വിൻഡോസും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഫെയറി ഹൗസൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യില്ല, അതുപോലെ ഒരു ഇതിലാണ് ചെയ്യുന്നത്. അതിന് ചുറ്റിനും ഒരു ത്രെഡൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇതിൻ്റെ റൂഫൊക്കെ വരുമ്പം ഒരു ഭംഗിയുണ്ട്. പക്ഷേ ഞാനിത് മുകളിൽ ക്രിസ്മസ് ട്രീ വരുന്ന രീതിയിൽ, ട്രീയുടെ അടിയിലൊരു ഹൗസ് വരുന്ന രീതിയിലാണ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ത്രെഡ് തന്നെ കുറച്ച് തിക്നെസ് കുറച്ചിട്ട് നമുക്ക് വിൻഡോയും ചെയ്യാം. പിന്നെ നമ്മുടെ ഡോറിനും ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട്, സൈഡിലെല്ലാം വൈറ്റും. പിന്നെ നമ്മുടെ വിൻഡോയ്ക്ക് ഒരു സിൽവർ കളറ്, നമ്മൾ വിൻഡോ ആ ഗ്ലാസ് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് സിൽവർ കളർ പോലെ തോന്നാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഫോം ഷീറ്റ് കൊണ്ട് നമ്മളിതിന് മുകളിലൊരു ചെറിയൊരു ഡെക്കറേഷൻ പോലെ നമ്മളൊരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിനും ബ്രൗൺ കളർ ഹൈലൈറ്റ് ചെയ്യാൻ കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ബ്ലാക്ക് ബീഡ്സ് കൊണ്ട് ഒരു ഡോർ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് റീത്ത്, അത് നമ്മുടെ കുഞ്ഞ് ഇയർ റിങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കുഞ്ഞ് ഇതിൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി ഒരു കുഞ്ഞ് റീത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗാർലൻഡ് നമുക്ക് വാങ്ങിക്കാൻ നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന സ്ഥിരം കോണിലുണ്ടാക്കുന്ന സാധനമില്ല, ഞാനത് അതിൽ തികയാത്തതുകൊണ്ട് എക്സ്ട്രാ ഒരു കോൺ ഉണ്ടാക്കി അതിൽ വെച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് വെക്കുക ചെയ്ത്. മുകളിലൊരു സ്റ്റാറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റ്സ് കൂടെ ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ ട്രീ ഹൗസ് ഇങ്ങനെ ആയിട്ടിയത് കേട്ടോ. ഇത് ചുമ്മാ ഒരു ഡെക്കോർ പോലെ ചെയ്ത് വെക്കാം ക്രിസ്മസ് സീസണിൽ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും മറക്കല്ലേ. താങ്ക്